മാലിന്യ സംസ്കരണം സമൂഹത്തിൻ്റെ മുമ്പിൽ വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു കാലമാണ്. പൊതുയിടങ്ങളിലേക്ക് ഇറങ്ങിയാൽ അലക്ഷ്യമായ രൂപത്തിൽ മാലിന്യങ്ങൾ വലിച്ചെറിയപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും. വളരെ കർശനമായ രൂപത്തിൽ ഇസ്ലാം അതിനെ വിലക്കിയിട്ടുണ്ട്. നിങ്ങൾ പൊതുയിടങ്ങളിൽ, ജനങ്ങൾ വന്നു പോകുന്ന സ്ഥലങ്ങളിൽ, അവരുടെ വിശ്രമ സ്ഥലങ്ങളിൽ വിസർജ്യ വസ്തുക്കളോ മാലിന്യങ്ങളോ നിക്ഷേപിക്കുമ്പോൾ അവിടെ വരുന്നവരുടെ ശാപപ്രാർത്ഥനകളെ വല്ലാതെ നിങ്ങൾ ഭയക്കണം എന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പൂർവകാല മുസ്ലിമീങ്ങളെക്കുറിച്ച് യൂറോപ്യൻ ചരിത്രകാരന്മാരായ പി.കെ. ഹിറ്റിയും വിക്ടർ റോബിൻസനും അവർ ശുചീകരണ വിഷയത്തിൽ, മാലിന്യ സംസ്കരണ വിഷയത്തിൽ മുസ്ലിമീങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്തുമ്പോൾ, പിൻഗാമികളായ നമ്മിൽ നിന്നും മാലിന്യം എങ്ങനെ സംസ്കരിക്കണം എന്നതിനെ നാം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും നമ്മുടെ മാലിന്യ നിക്ഷേപം ഭൂമിയുടെ മേൽ ഭാരമാകാറുണ്ടോ എന്ന് നാം ചിന്തിക്കണം. നാം അതിൽ ഒരു പങ്കും ഭൂമിയുടെ മേൽ നൽകാത്തവരായി മാറണം. അതാകട്ടെ നമ്മുടെ ചിന്തകളുടെ വല്ലാത്ത മുന്നിൽ നിൽക്കേണ്ടുന്ന വലിയ വസ്തുതകൾ. മയ്യത്ത് സംസ്കരണത്തെപ്പോലും തദ്ഫീനുൽ മയ്യത്ത് സംസ്കരണം എന്നുള്ള പ്രയോഗമാണ് പരിശുദ്ധ ഇസ്ലാം പ്രയോഗിച്ചിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ, ആ മയ്യത്തുകൾ പോലും കൂമ്പാരമായി, മാലിന്യ കൂമ്പാരമായി ഭൂമിയുടെ മേൽ ഭാരമാകരുത് എന്നുള്ള ഒരു വസ്തുതയാണ് അത് കർമ്മശാസ്ത്രപരമായും മറ്റും നമ്മെ പഠിപ്പിക്കുന്നത് എന്നുകൂടി ഓർമ്മ വെക്കുന്നവരാകട്ടെ പിൻഗാമികളായ ഇന്നത്തെ മുസ്ലിമീങ്ങൾ.